വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പം നമുക്കിന്ന് ഇച്ചിരി കപ്പ പുഴുങ്ങിയാലോ. കപ്പയും അതിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന 2 ചമ്മന്തിയുമാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ കപ്പ പുഴുക്കനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കപ്പയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ഉള്ള 4ആയിട്ട് കീറിയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കിലോയാണ്. നിങ്ങളുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് 1ഓ 2ഓ എത്രയാണെന്ന് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി തന്നെ വേണം എടുക്കാനായിട്ട്, പാത്രം തന്നെ വേണം എടുക്കാനായിട്ട്. ഈ കപ്പ വെന്ത് കഴിയുമ്പോൾ തിളച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിൽ വലിപ്പത്തിലുള്ളത് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ ഒരു 1/4 പാത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ഈ കപ്പയ്ക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കപ്പ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞു. നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ തെറിക്കാതെ നമ്മൾ പതുക്കെ തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട്. ഓരോ കപ്പയുടെ വേവ് അനുസരിച്ചിട്ടായിരിക്കും, അതായത് വേകുന്ന സമയം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എത്ര നേരം നമുക്ക് അടുപ്പത്ത് വെക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കപ്പ ഞാൻ കുറച്ചൊരു 10 മിനിറ്റ് നേരം വെച്ചതേ ഉള്ളൂ. അപ്പം തന്നെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്കൊന്ന് അടികൂട്ടി ഒന്ന് ഇളക്കി നോക്കാം, വെന്തോന്നൊന്ന് നോക്കി നോക്കാം. ഇപ്പം നമ്മുടെ കപ്പ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്തിട്ടൊന്ന് നോക്കാം. അപ്പം നല്ലതായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ നല്ലതായിട്ട് വെന്തിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പം തന്നെ അറിയാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കപ്പയുടെ പരുവം എന്ന് പറയുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ഓരോ കപ്പ ഓരോ രീതിയിലായിരിക്കും, ഓരോ തരത്തിലായിരിക്കും അതിൻ്റെ വേവ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ഒരു സമയം പറയാനായിട്ടും പറ്റത്തില്ല. അപ്പം ഇതുപോലെ നല്ലതായിട്ട് പൊടിഞ്ഞു വരും. അപ്പം നമ്മളിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കപ്പയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ള ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6-7 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 6-7 നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെയാണ്. ആദ്യം നമുക്ക് ഈ വറ്റൽമുളകൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് തീയിൽ ചുട്ടെടുത്തിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ തീയിൽ ചുട്ടിട്ടില്ല, അല്ലാതെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെറിയ ഉള്ളിയെ നമുക്ക് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം അതൊരു കല്ലിൽ വെച്ചിട്ട് ചതച്ചാൽ മതി. മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. മിക്സിയിൽ അടിച്ച് ചിലപ്പോൾ അതങ്ങ് ഒരുപാട് ചതഞ്ഞു പോകും. നമുക്കത് വേണ്ട. നമുക്കൊരു ഇടികല്ലിലിട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ വറ്റൽമുളകിന് പകരം പച്ചമുളകാണെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിത് ഉള്ളി ഇവിടെ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുളക് ചുട്ടെടുക്കാവുന്നതാണെന്ന്, അതുപോലെ തന്നെ ഒരു ശകല എണ്ണ ഒഴിച്ച് അതിനകത്തൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ബാക്കി വരുന്ന ഓരോരോ സംഭവങ്ങളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കപ്പയുടെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിൻ്റെ അളവൊക്കെ മാറി മാറി വരും. ഇനി അടുത്തതായിട്ട് ഇതിനിപ്പോൾ നല്ല എരിവിലായിരിക്കും ഈ ഒരു ഇപ്പം നമ്മൾ ഈ മിക്സർ ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ഇതിന് അതിൻ്റേതായ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ്, നമ്മൾ ആ ഒരു എന്താ പറയുക ഓതൻറ്റിക് ഫ്ലേവർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെയുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പുളിയും ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലയെന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട, നമുക്ക് വാളംപുളി ഉണ്ടെങ്കിൽ അതും ശകലം ഒരു ചെറിയൊരളവിൽ നമ്മൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആദ്യത്തെ ചട്നി നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൈര് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എരിവുള്ളത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ചെറുതായിട്ടൊന്ന് കാണാൻ തുടങ്ങും. അപ്പോൾ ഈ തൈര് കഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു മാറ്റം വരും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം കാശ്മീരി മുളക് പൊടിയാണെന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് അളവിൽ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചട്നി റെഡിയായി. ഇത് വളരെ സിമ്പിളാണല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി അരച്ചിട്ട് തൈര് ചേർത്തിട്ട് നമ്മൾ കപ്പയുടെ കൂടുതൽ കഴിക്കാറുണ്ട്. അപ്പം ഈ തൈര് ചേർത്തിട്ടുള്ള ചമ്മന്തി ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് കപ്പ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.